ഇനി കെ സി വേണുഗോപാലിന്റെ നീക്കം എന്തായിരിക്കും? അദ്ദേഹത്തിന് അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള ചില കേന്ദ്രങ്ങൾ പറയുന്നത്. വിനീത വി ജി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. കെ സി മെരുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സി വേണുഗോപാലിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ അത് ഇതിനോടകം തന്നെ ഹൈക്കമാൻഡ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏറെക്കുറെ അതിനോട് കെ സി വഴങ്ങുന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം അൺഹാപ്പിയാണ് എന്ന് വളരെ വ്യക്തമായിരുന്നു. കാരണം നമ്മൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആവശ്യമെങ്കിൽ പറഞ്ഞോളൂ, അതും ഞാൻ വിട്ടു നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് തിരികെ കയറിപ്പോയത്. ഏതാണെങ്കിലും ഈ അൺഹാപ്പിയായി തുടരുന്ന കെ സി വേണുഗോപാലിനെ ഹാപ്പി ആക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം. അതിന് ഒരുപക്ഷെ മറ്റ് സ്ഥാനങ്ങൾ കൂടി കെ സി വേണുഗോപാലിന് നൽകിയേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുള്ള മല്ലികാർജ്ജുൻ ഖർഗെ ഒരുപക്ഷെ ആ സ്ഥാനം ഒഴിയുകയാണ് എങ്കിൽ ആ സ്ഥാനത്തേക്ക് വരെ കെ സി വേണുഗോപാൽ പരിഗണിച്ചേക്കുമെന്ന തരത്തിലുള്ള ചില സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഒരുപക്ഷെ ഹൈക്കമാൻഡ് ഒരിക്കൽ കൂടി കെ സി വേണുഗോപാലുമായി സംസാരിക്കും. അദ്ദേഹത്തെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ നിലപാട്. ഒപ്പം തന്നെ കെ സി വേണുഗോപാലിന്റെ അഭിപ്രായങ്ങൾ കൂടി ഈ മന്ത്രിസഭാ രൂപീകരണത്തിലേക്കൊക്കെ തന്നെ തേടിയേക്കും. അത് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കൊക്കെയായി കെ സി വേണുഗോപാൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണെങ്കിലും ആ ക്ഷണം അദ്ദേഹം സ്വീകരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. കെ സിക്ക് വലിയൊരു പിന്തുണ അത് MLA-മാരുടെ ഭാഗത്തു നിന്ന് അടക്കമുണ്ടായി. അത് ദീപാദാസ് മുൻഷി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. MLA-മാരുടെ പിന്തുണ അത് കെ സി വേണുഗോപാലിന് തന്നെയാണെന്നാണ് അവർ എടുത്തു പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ കെ സിയെ പിന്തുണച്ച MLA-മാർ, അതിൽ പ്രമുഖമായിട്ടുള്ള MLA-മാർക്ക് പ്രധാന വകുപ്പുകൾ മന്ത്രിസഭാ രൂപീകരണത്തിലൊക്കെ അവർക്ക് പ്രധാന വകുപ്പുകളൊക്കെ നൽകണമെന്നൊരു ആവശ്യം അത് കെ സി വേണുഗോപാൽ മുന്നോട്ട് വെക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.